കോഴിക്കോട്ടേക്കാണ്. പുറക്കാമലയിൽ, മേപ്പയ്യൂർ പുറക്കാമലയിൽ അവിടെ വീണ്ടും ഖനന നീക്കം നടക്കുന്നു എന്നാണ് വിവരം. സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട്. രാത്രി 2 മണിയോടെ കംപ്രസറുമായി എത്തിയ ക്വാറി അധികൃതരെ സമരക്കാർ തടഞ്ഞു. ലിനറ്റുണ്ട് നമുക്കൊപ്പം. ലിനറ്റ്, സമരസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധം, ഖനനക്കാർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതിനിടയിലാണ് ഇപ്പോഴത്തെ ഈ പുതിയ സംഭവ വികാസം കൂടി വരുന്നത്. ഇപ്പോഴും ഒരു പ്രതിഷേധ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ടോ? എന്താണ് വിവരം ലിനറ്റ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ പുറക്കാമലയിൽ സംഘർഷം ഉണ്ടായിരുന്നു. കാരണം 50ഓളം ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഒരു 15 വയസ്സുകാരനെ പോലീസ് മർദ്ദിച്ചതൊക്കെ ആരോപിച്ച് ബാലാവകാശ കമ്മീഷൻ അടക്കം കേസെടുത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ 2 മണിയോടുകൂടി കംപ്രസറുമായി വീണ്ടും ക്വാറിയിൽ ഖനനത്തിനായി എത്തിയത്. അവിടെ കംപ്രസറുമായി എത്തിയ ക്വാറി അധികൃതരെ സമരക്കാർ തടയുകയുണ്ടായി. അതിനുശേഷം ഇന്ന് രാവിലെയും ക്വാറിക്ക് മുന്നിൽ ഈ സ്ത്രീകളും കുട്ടികളും അടക്കം പ്രതിഷേധവുമായി തുടരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മേപ്പയ്യൂർ പുറക്കാമലയിൽ ഇടയ്ക്കിടെ ഇത്തരത്തിലുള്ള ഖനന നീക്കം നടത്താറുണ്ട്. അതേ തുടർന്ന് സമരസമിതി, അതായത് പുറക്കാമല സംരക്ഷണ സമിതി അടക്കം രംഗത്ത് പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഇപ്പോൾ വലിയൊരു സംഘർഷത്തിന് തന്നെ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ക്വാറിക്ക് മുന്നിൽ സ്ത്രീകളും കുട്ടികളും അടക്കം ഇപ്പോഴും പ്രതിഷേധം തുടരുന്ന വിവരമായി ലഭിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ പിന്നാലെയാണ് ഇത്തരത്തിൽ ഖനനം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഖനനത്തിനായി ഈ ഒരു ക്വാറി ഉടമസ്ഥരും ഈ ജോലിക്കാരും ഒക്കെ തന്നെ ഈ ക്വാറിയിലേക്ക് എത്തുന്നത്. എന്നിരുന്നാലും ജനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയേറെ പ്രശ്നങ്ങളാണ് ഈ ക്വാറിയിൽ ഖനനം നടക്കുന്നത് സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിന് സാധ്യത തന്നെയാണ് ഇപ്പോഴും പുറക്കാമലയിലുള്ളത്. ഓക്കെ ലിനറ്റ്.